അസ്ലം ഇരവിപുരത്തിന് പകരം കുന്ദമംഗലം തന്നെ വേണമെന്ന് ലീഗ് നേതൃത്വം കോൺഗ്രസിനെ അറിയിച്ചു. ഇന്ന് നടക്കുന്ന ചർച്ചയ്ക്ക് ശേഷം മറുപടി നൽകാമെന്ന നിലപാടിലാണ് കോൺഗ്രസ്. മറ്റു വഴികളില്ലെന്നും തീരുമാനം ഇന്ന് തന്നെ അറിയിക്കണമെന്നും മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു. റഹീസ് റഷീദുണ്ട് വിവരങ്ങളുമായി. റഹീസ്, കുന്ദമംഗലത്തിനു വേണ്ടി എന്തിനാണ് മുസ്ലിം ലീഗ് ഇത്രത്തോളം കടുംപിടുത്തം നടത്തുന്നത്? മുസ്ലിം ലീഗ് പാർട്ടിക്കുള്ളിലെ കുറേയധികം പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതും കൂടി കുന്ദമംഗലം സീറ്റ് ചോദിക്കുന്നത് കൊണ്ട് ലീഗ് ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം ആദ്യം മുതൽ തന്നെ ബാലുശ്ശേരിയും കുന്ദമംഗലവും വെച്ചു മാറേണ്ട എന്ന നിലപാടിൽ തന്നെയായിരുന്നു മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും ഉണ്ടായിരുന്നത്. പക്ഷേ പി വി അബ്ദുൽ വഹാബും ഡോക്ടർ എം കെ മുനീറും അടക്കമുള്ളവർ കുന്ദമംഗലം വേണ്ട, ബാലുശ്ശേരി നിലപാടെടുത്തിരുന്നു. പി കെ കുഞ്ഞാലിക്കുട്ടിയെ അനുകൂലിക്കുന്നവർ കുന്ദമംഗലം സീറ്റ് യൂത്ത് ലീഗ് അഖിലേന്ത്യാ ചെയർമാൻ പി കെ ഫിറോസിനെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് കൃത്യമായ നിലപാടും എടുത്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് കുന്ദമംഗലം നേടിയെടുക്കണം എന്നൊരു തീരുമാനം ലീഗ് എടുത്തത്. ഇത് ഔദ്യോഗികമായി തന്നെ കോൺഗ്രസ് നേതൃത്വത്തെയും അറിയിച്ചു. മാത്രമല്ല, കുന്ദമംഗലത്തിന് പകരം മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്നും ലീഗ് നേതൃത്വം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ മറുപടി നൽകണം എന്ന ഒരു അന്ത്യശാസന രീതിയിൽ തന്നെയാണ് ലീഗ് നേതാക്കൾ കോൺഗ്രസ് നേതാക്കളോട് കുന്ദമംഗലം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്നത്തെ ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം മറുപടി നൽകാമെന്നാണ് കോൺഗ്രസ് നൽകിയ മറുപടി. റൈറ്റ്, റഹീസ് റഷീദ്. കുന്ദമംഗലം സീറ്റ് തന്നെ വേണമെന്ന് മുസ്ലിം ലീഗ് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നു. ഇരവിപുരം നൽകാൻ കഴിയില്ലെങ്കിൽ കുന്ദമംഗലം വേണം. അക്കാര്യത്തിൽ ഇന്ന് തന്നെ നിലപാട് അറിയിക്കണമെന്നും ലീഗ് കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു. വിശദാംശങ്ങൾ നൽകിയത് റഹീസ് റഷീദ്.